ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ന്യൂയോർക്കിലെ വ്ളോഗ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തേത് ഒരു ഹോട്ട് പോട്ട് കഴിക്കാൻ പോയ സ്റ്റോറിന്നോ എൻ്റെ ഹോട്ട് പോട്ട് കഴിച്ച ആദ്യത്തെ എക്സ്പീരിയൻസോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഒരു ഹോട്ട് പോട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് പോകണം കേട്ടോ. ഞാൻ ഇന്ത്യയിൽ ഇത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒഥൻറ്റിക് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലെത്തി. ഈ ഹോട്ട് പോട്ട് എന്ന് പറയുന്ന സംഗതം ഒരു കമ്മ്യൂണൽ, അതായത് മീൽ എന്ന് പറയാം. അതായത് കുറേ ഒരു പോട്ട് ഇങ്ങനെ അതിനകത്ത് സൂപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചുറ്റും ഇരുന്നിട്ട് പതുക്കെ ഒരു മീൽ കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അവിടെ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ കൊണ്ട് അവർ ഒരു ഹോട്ട് പോട്ട് ബ്രോത്ത് വയ്ക്കും. ആ ബ്രോത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് മഷ്റൂമിൻ്റെ ബ്രോത്ത് വാങ്ങിക്കാം, ടൊമാറ്റോയുടെ ബ്രോത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഹെർബൽ ബ്രോത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചില്ലി ആൻഡ് പെപ്പർ കോൺസിൻ്റെ ബ്രോത്ത്, അല്ലെങ്കിൽ ചിക്കൻ്റെ ബ്രോത്ത്, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബ്രോത്ത് സെലക്ട് ചെയ്യാവേ. അത് അവരവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഓർഡർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഐപാഡിൽ ഓർഡർ ചെയ്യും. അതവിടെ ഓർഡർ എടുക്കാനൊന്നും അവർ വരത്തില്ല. അത് അവരുടെ അവിടെ നോട്ടിഫൈ ആകുമ്പോൾ അവരതനുസരിച്ച് കൊണ്ടുവരുവാണേ. അപ്പം നമ്മൾ എന്നിട്ട് അതിനകത്ത് ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ കുറേ സാധനങ്ങൾ അതിനകത്തൊന്ന് സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത്. അതായത് നമുക്ക് സ്ലൈസ്ഡ് ബീഫ്, ലാമ്പ്, പോർക്ക്, ചിക്കൻ, ഷ്രിമ്പ്, ഫിഷ്, സീ ഫുഡ്, പിന്നെ നമ്മുടെ പനീർ, മഷ്റൂം, ലീഫി ഗ്രീൻസ്, വെജിറ്റബിൾസ്, നൂഡിൽസ്, ഡംപ്ലിങ്സ്, റൈസ് കേക്ക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ സൂപ്പിനകത്ത് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്യാം. അപ്പോൾ ആദ്യം സൂപ്പ് കൊണ്ട് ബ്രോത്ത് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പതുക്കെ ഈ ഓരോ വെജിറ്റബിളോ മീറ്റോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ടിട്ട്, പിന്നെ നമ്മൾ തന്നെ ഒരു ചെറിയൊരു മിക്സ് ഉണ്ട്, ഒരു ഡിപ്പ് ഉണ്ടാക്കും. അതിനവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് പീനട്ട് ബേസായിട്ടുള്ളൊരു ഡിപ്പാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് നമ്മുടെ സെലക്ഷനാണ്. എന്നിട്ട് അത് നമ്മളിങ്ങനെ അതിങ്ങനെ ചില്ലി ഓയിൽ, നമ്മുടെ ക്രഷ്ഡ് മസാലകളാണ്. പിന്നെ ഇവിടെ ഓയിൽ കിട്ടും നമുക്ക്, സെസമി ഓയിൽ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പീനട്ട് ബേസ് ആയിട്ടുള്ള ഒരു ഡിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോ വെജിറ്റബിൾസ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണേ. ഇതെന്തോ സാധനം? കോൺ. ഇത് കോൺ, ടാരോ, ക്രാബ് മീറ്റ്, അത് ടാറോ എന്തോ, ഇത് ബാംബൂ ഷൂട്ട്. ഞാൻ തിളക്കട്ടെ. ഇത് ലെറ്റസ് അല്ലേ? ഇത് ലെറ്റസ് അല്ലേ? അത് ക്യാബേജ് ആണത്. ഇതിന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിന് ഒരെണ്ണം മതി. താരോ വേണേ ബാക്കി ഉണ്ടോ? ഇത് പ്ലെയിനായിട്ട് നല്ലതാണല്ലോ, ഒന്നും ഇല്ലാതെ അല്ലേ? ഇതിൻ്റെ സൂപ്പ് കുടിക്കും. അതിന് ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മളെന്തോ ഒരു ഇതേപോലെ നടക്കില്ലല്ലോ. അതാ ഇതെല്ലാം കൂടെ കുടിച്ചതേ. ഓ ഒന്നും കുഴപ്പമില്ല, പ്രശ്നമല്ല. പ്ലേറ്റ് bring the plate. എന്താണ്
എനിത്തിങ് ആണോ ഈ സാധനം ഇടണ്ടായിരുന്നു. മുട്ട വേണോ? മറ്റേ എടുത്തോളൂ. ആ വള്ളി പോലുള്ള സാധനം പറഞ്ഞാൽ ക്യാബേജും മതി. എന്ത് ബാംബൂ ഷൂട്ടാണോ? ഇത് ഇടുവാണേ എനിക്ക് പിന്നെ എനിക്ക് ആ മഷ്റൂം നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? ബസ് പോലെ ആ ശരി ഈ ഒരു കോൺ തരാം. എന്താ എടുത്തു ആ ചെയ്തിനകത്ത് ആ ഇതുണ്ടായിരുന്നു. ഇതില്ലേ തണുപ്പായിരുന്നു തോന്നുന്നല്ലേ പിന്നെ അത്. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബ്രോത്തിൻ്റെ അതും അതിൻ്റെ ഡിപ്പ് ഉണ്ടാക്കിയതും കറക്റ്റായിരുന്നു. നമ്മൾ ഡിപ്പ് ഉണ്ടാക്കുന്നത് നല്ല കറക്റ്റ് ഇതിലായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിങ്ങനെ ആ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് വരുന്നത്. കോണ് പിന്നെ ബാംബൂ ഷൂട്ട്സൊക്കെ വെജിറ്റബിൾസ് ഒന്നും പിള്ളേർക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു മഷ്റൂം ഉണ്ട്, ഒരു ടൈപ്പ് മഷ്റൂംസ്, അതതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡിപ്പില്ലാതെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ്. ഈ കോണൊക്കെ അതിനകത്ത് കടന്നിട്ട് അതിൻ്റെ ഫ്ലേവർ പിടിച്ചിട്ട് നല്ല രസം. എത്ര അതിങ്ങനെ ബ്രോത്ത് ബോയിലായിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് ഫോർക്ക് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവരെല്ലാം ചോപ്സ്റ്റിക്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ഫോർക്കാണ്. പക്ഷെ കോണിന് നമുക്ക് ഫോർക്ക് വെച്ചും കഴിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ തണുപ്പ് സമയത്തൊക്കെ ഇത് കഴിക്കാൻ നല്ലതായിരിക്കും. പിന്നെ നമ്മളൊരു കുറേ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫാമിലീസ് ഒക്കെ ഇരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം. അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം രാജേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കാൺപൂർ ഒരു ഹോട്ട് പോട്ടിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോകണമെന്ന്. അപ്പോൾ ഞാനോർത്ത് ആദ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലയിടത്തൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ശരിക്കും ഒരു ഒത്തൻറ്റിക് ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നേ. അങ്ങനെ അടിപൊളിയായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതായത് 10/10 കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ നാട്ടിൽ ഹയാത്തിൽ ബുഫേയിൽ ഈ ഹോട്ട് പോട്ട് ഉണ്ടായിരുന്നു. ബുഫേലാണോ ഏതോ ഒരു ഇങ്ങനെ കണ്ടു കേട്ടോ. അങ്ങനെ എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പം കോട്ടയത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് ആരെങ്കിലും ഇത് മീൻസ് ഇങ്ങനെ സൂപ്പി നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടം. നമ്മൾ മാഗിയൊക്കെ കഴിക്കുമ്പം ആ സൂപ്പി നൂഡിൽസ് ആയിട്ട് ഉണ്ടാക്കത്തില്ലേ, അതിഷ്ടമുള്ളവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും കേട്ടോ. 10/10 ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ഇതിപ്പം മുളകും വന്നു. ആ എടുത്തില്ല. ഞാനെടുത്ത് ആദ്യം കഴിച്ച ഇത് തന്നെ. ഇതൊക്കെ നമ്മുടെ മത്തങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഫോർക്കാണ് എനിക്ക് കുറച്ചും ഇഷ്ടം. എനിക്ക് ബീഫിനേക്കാളും ഇത് എനിക്ക് ആ എന്താ പറയുക, ഒത്തിരി ഫാറ്റുള്ള ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അത് നല്ലതല്ലേ. അത് നല്ല ഫ്ലേവറും വരും. ആ സുന്ദരിക്ക് കിട്ടിയാൽ എന്താ അപ്പം എല്ലാവരും ഉണ്ടാക്കിയ ഡിപ്പ് സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് ഡിപ്പ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ. അപ്പം ഞാൻ എല്ലാവരുടെയും ഡിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇവരിങ്ങനെ ഓരോരോ സാധനങ്ങൾ എന്നെ കഴിപ്പിക്കാൻ വേണ്ടിയിരുന്നത് ഞാൻ പക്ഷെ ഭയങ്കരമായിട്ട് കഴിച്ചു കേട്ടോ. പക്ഷെ അന്ന് നമ്മൾ ഇത്രയും തളർന്ന് നടന്നൊക്കെ വന്നിട്ടേ ഇതാണ് ഈ അനോഖി മഷ്റൂംസ് എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ട് മഷ്റൂംസ് കഴിക്കാൻ കേട്ടോ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്. പിന്നെ മീറ്റിൻ്റെ പീസസും നല്ലതായിരുന്നു, ഷ്രിമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു. ടോഫു ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. ടോഫു എനിക്ക് അങ്ങനെ ചില രീതിയിൽ മാത്രം ഉണ്ടാക്കുന്ന പനീർ എനിക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് പനീർ ഞാൻ അങ്ങനെ വെളിയിൽ നിന്ന് അധികം ട്രൈ ചെയ്യാറില്ല. അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഒരു 1-2 മണിക്കൂർ എടുത്ത് നമ്മൾ പതുക്കെ കഴിച്ചു. അപ്പം മോൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഓയിസ്റ്റർ സോസ് എടുത്താൽ അങ്ങനെ ഇരിക്കും, മസ്റ്റേർഡ് സോസ് എടുത്താൽ അങ്ങനെ ഇരിക്കും. അവൻ നല്ലതായിട്ട് നമുക്കൊക്കെ സോസൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് തരുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട്. അവനിതിൻ്റെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് ഇത് ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. അപ്പം ചൈനക്കാരുടെ ഏഷ്യൻ ചൈനയിൽ തുടങ്ങിയ ഒരു ഇതാണെന്നാണ് പറയുന്നത് ഇത്. പക്ഷേ നമുക്ക് ചൂട് ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്നില്ല അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്നു. വിൻ്ററിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ അതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഹോട്ട് പോട്ട് കഴിക്കുന്ന അത് കഴിക്കാനുള്ള ഞാൻ പറഞ്ഞൊരു എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ആയിരുന്നു.
അപ്പം ഇനി ഇങ്ങനെ ഓരോരോ ഒത്തൻറ്റിക് കുറേ ഞാൻ പറഞ്ഞില്ല തായ് റെസ്റ്റോറൻറ്റ് ഒരു ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റ് ഞാൻ കയറി അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ പിന്നെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിക്കുമ്പോൾ എടുക്കാം ബിസ്ക്കറ്റ് ആൻഡ് ഗ്രേവി അത് കഴിച്ചിട്ടില്ല, അത് കഴിക്കണം. അപ്പോൾ അവർ വന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോകും കേട്ടോ, നമ്മൾ പ്ലേറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോകും. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, വലിയ ആളും കുറവായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഡിന്നർ തുടങ്ങുന്ന 5 മണിക്കാണ് കേട്ടോ, ഇവരുടെ ഡിന്നർ 5 മണിക്ക് തുടങ്ങും 8 മണിക്ക് തീരും. അങ്ങനെയാണ് ന്യൂയോർക്കിലും മീൻസ് പൊതുവേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അന്നേരം എനിക്ക് അതാ തോന്നുന്നത് എല്ലാവരുടെയും ഡിന്നർ ഏർലി ഡിന്നറാണ് കഴിക്കുന്നത്. ഇത് മീര ഇങ്ങനെ എടുത്തു കൊടുത്തോണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ. ബൂബു നീ അവനെടുത്ത് കൊടുക്കും ആണോ? അപ്പം നീ എടുത്തോണ്ടിരുന്ന കാരണം ഞാൻ കൊടുത്തോണ്ട് ഞാൻ അവൻ എടുത്തോണ്ടില്ല. ഞാൻ എടുത്തോണ്ട് ക്യാബേജ് കൊടുത്താൽ ജലദോഷമൊക്കെ ഉള്ളതാണ്. അല്ല റേഷൻ ഇഷ്ടപ്പെടും. സൈനസൊക്കെ നല്ലപോലെ ഇതെന്തിനും ഡൽഹിയിലുണ്ടായിരിക്കും ചേച്ചി. ഇപ്പം നമ്മളവിടെ കണ്ണൂർ വന്നു. ഒന്നും പറയാലോ. പറഞ്ഞോടുള്ളൂ മീര ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഒരെണ്ണം ഭയങ്കര സ്റ്റൈലായിട്ട് കഴിക്കും. ഡിപ്പ് ചെയ്തിട്ട് ഇത് കഴിച്ചാൽ കഴിക്കാൻ കണ്ടാ ഭയങ്കര മീറ്റിട്ടാലും അത് മറ്റേ മിക്സ്ഡ് വെജിറ്റബിൾ അല്ലേ? ആ അതിടാം. ആദ്യം മീറ്റ് ഇട്ടിട്ട് മിക്സ് വെജിറ്റബിൾ അപ്പം മീറ്റിൻ്റെ ടേസ്റ്റ് കൂടെ വരും അതല്ലേ? അല്ലേ? യെസ്, അങ്ങനെ മീറ്റും കൂടെ ഉണ്ട്. എപ്പോഴും നമ്മൾ മീറ്റ് ഇട്ടിട്ട് പിന്നെ അതിട്ടിട്ട് എപ്പോഴും ഇതിട്ടിട്ട് നമ്മൾ വെജിറ്റബിൾ ഇടുമ്പോൾ ആ വെജിറ്റബിൾ അതിൻ്റെ ഒരു ഇത് കൂടെ കിട്ടും. അപ്പോൾ കുറച്ച് എളുപ്പം ചിലവാകും. ചിലവാൻ റീസണൊന്നും വേണ്ട. വെജിറ്റബിൾ ചിലവാകാൻ ചില ദിവസം വേണ്ടേ? അവർ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് ഇങ്ങനെ ആക്കും. ആ എനിക്കറിയത്തില്ല, പക്ഷേ ഒരു സ്ഥിരം കഴിക്കുന്നവർക്ക് അറിയാം. നെയ്യിൽ റാപ്പി ഇടുന്നെടുക്കണം. അല്ല ഒരു പൂ അതിൻ്റെ വെള്ളം തന്നെയാണ്, പക്ഷെ ഞാൻ കുടിച്ചില്ല. ഇപ്പം നല്ലതായിട്ട് പോകുന്നില്ലേ? അല്ല ഫോണിൻ്റെ അകത്തെ ഭാഗം കഴിക്കണോ? വേണ്ട, അത് കഴിക്കണ്ട മോനെ. അല്ല കഴിച്ചു, അത് കഴിച്ചു. ഇട്ട് ഇട്ടു. നമ്മുടെ ഇതാണ് മത്തങ്ങ മത്തങ്ങ. പംകിൻ. ഇന്നലെ മഞ്ഞ പംകിനാണല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ അല്ലായിരിക്കും. ക്യാരറ്റ്. ഇത് നല്ല ടേസ്റ്റ്. ഇതെന്താ അത്? സ്പിന്നച്ചാണ്. കൂടുതലാണ് തോന്നുന്നത്. ഇനി ബാക്കി ഇത്ര ഇടാവുള്ളൂ, ഇനി ഇടാവും കൂടി ബാക്കി ടെസ്റ്റ് ലാസ്റ്റ് ഇത്തിരി കഴിഞ്ഞു ഒരു ഫസ്റ്റ്. ഇതൊക്കെ എന്നാ അതാ നമ്മൾ vegetables ആ. ആ അത് മതി കേട്ടോ, ഏ അത് മതി കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടൊരു മീല് കഴിച്ച് മനസ്സും വയറും ഒക്കെ ഫുൾ നിറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞ ടൈം സ്ക്വയറിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ അത്.
നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് അങ്ങ് നടക്കുകയാണ്. നടന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കടയിൽ കാണുമ്പോൾ കുറച്ച് കയറി അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫുഡ്. ഇപ്പോൾ പക്ഷേ ആർക്കും വിശക്കുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല ഫുള്ളായല്ലോ. കിടക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കിടക്കാൻ ഇത്ര സമയം ഇപ്പോൾ മഴ നിന്ന് നിൽക്കുന്നൊരു സമയമുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് കറങ്ങുകയാണ്. അങ്ങനെ അടിപൊളിയായിരുന്നു. എൻ്റെ ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.